മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്ന വി ഡി സതീശനെ കാത്ത് കേരള ഹൗസിന് മുന്നിൽ ഡൽഹിയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന് പിന്തുണ അറിയിക്കാനാണ് ഈ ജെൻസി പിള്ളേർ എത്തിയിരിക്കുന്നത്. YS അഭിനന്ദ വിവരങ്ങൾ നൽകും. അഭിനന്ദ, അപ്പോൾ എല്ലാ സമസ്ത മേഖലകളിലെയും പിന്തുണ നേടിയെടുക്കാനും തങ്ങൾക്കാണ് കൂടുതൽ അനുകൂലമായ ആളുകൾ ചിന്തിക്കുന്നതെന്ന് വരുത്തി തീർക്കാനും ഈ മൂന്ന് നേതാക്കളും പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. MLA-മാരുടെ പിന്തുണ മാത്രം പോരാ, ഘടകകക്ഷികളുടെ പിന്തുണ പോരാ, നാട്ടുകാരുടെ പിന്തുണ പോരാ, ജെൻസി യുവാക്കളുടെ പിന്തുണ കൂടി വേണം. അന്തു കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നു. പാളയത്തിൽ പിന്നാലെ പടാതിന്ന് നമ്മൾ തിരുവനന്തപുരം പാളയത്തും കണ്ടതാണ്. എന്തായാലും വി ഡി സതീശന് പിന്തുണ അറിയിച്ചുകൊണ്ട് ദില്ലി കേരള ഹൗസിന് മുന്നിൽ ജെൻസികൾ എത്തിയിരിക്കുകയാണ്. യുവാക്കൾ തന്നെയാണ് എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12:30 കൂടിയാണ് വി ഡി സതീശൻ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും തന്നെ യുവാക്കളോട് തന്നെ നമ്മൾ ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളുടെ നേതാവിനെ ഞങ്ങളുടെ കേരളത്തിൽ 63 സീറ്റുകളുമായി കോൺഗ്രസിനെയും 102 സീറ്റുകളുമായി UDF-നെയും ബഹുഭൂരിപക്ഷത്തോടെ വിജയത്തിലേക്ക് എത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒന്ന് കാണുവാനും ഞങ്ങളുടെ പിന്തുണ അദ്ദേഹത്തെ അറിയിക്കുവാനുമാണ് ഞങ്ങൾ ഈ സമയത്തായിട്ടും ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ രാത്രി എത്ര രാവിലെ ആയിക്കഴിഞ്ഞാൽ 12:30 പ്രശ്നമില്ല, 1:30 പ്രശ്നമില്ല, 2:30 പ്രശ്നമില്ല, കാത്തു നിൽക്കുമെന്നാണ് പറയുന്നത്. KC ഉണ്ട്, RC ഉണ്ട്. എന്തുകൊണ്ട് വീഡിയോ വിളിക്കുന്ന തന്നെ നിലപാടുകളുടെ രാജാവ് എന്നല്ലേ? ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണ്, അതിൽ വ്യതിചലിക്കുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ ഒരാളാണ് CM ആയിട്ട് വേണ്ടതെന്നുണ്ട്. പിന്നെ അധ്വാനിക്കുന്നവർക്കാണല്ലോ അതിൻ്റെ കൂലി കിട്ടേണ്ടത്. എന്ത് നിലപാടിലാണ് ഇത്രത്തോളം ആകർഷണം? ഒന്നാമത്തേത് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ ഒരിക്കലും പുറകോട്ടല്ല. പക്ഷെ എന്നാൽ പോലും യുവാക്കൾ ആഗ്രഹിക്കുന്നത് VD സാർ വരണം എന്നാണ്. VD സാർ 10-12:30 എത്തത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് ഉറക്കം, നാളെ കോളേജിൽ പോകണം, അതൊക്കെ പ്രശ്നം ഇല്ല. നമ്മൾ എത്തിയത് എത്ര താമസിച്ചാലും പുള്ളിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ കാണാം, അത് പ്രശ്നമില്ല. കുറെ വ്യൂ പോയിന്റിന്റെ കാര്യമാണ് ബ്രോ നമ്മൾ മുമ്പേ സംസാരിച്ചു. ബട്ട് എന്ത് വ്യൂ പോയിന്റ് ആണ് VD സതീശനെ വ്യത്യസ്തനാണ്? നമ്മളിപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കി ആരായാലും, ഇപ്പം VD ആയാലും RC ആയാലും അതേപോലെ KC ആയാലും നമുക്ക് എല്ലാവരും നേതാക്കന്മാരാണ്. പക്ഷേ ചരിത്ര വിജയത്തിന് സാക്ഷ്യം വഹിച്ച് കേരളത്തിലെ പടനായകൻ അത് ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്, വേറൊന്നുമല്ല. പടനായകന് വേണ്ടി തീർച്ചയായിട്ടും ഞാനടക്കം പലർക്കും ഇവിടെ എക്സാമുകളും കാര്യങ്ങളൊക്കെ നാളെ ഉണ്ട്. ആ എക്സാം ക്വിറ്റ് ചെയ്യേണ്ടി വന്നാലും VD സതീശൻ സാറിനെ കണ്ടിട്ട് ഞങ്ങൾ എക്സാം ക്വിറ്റ് ചെയ്ത് വന്നാലും വീഡിയോ കണ്ടിട്ടേ പോകത്തുള്ളൂ. പിന്തുണ അത് ജെൻസി പിള്ളേർ നൽകുകയാണ്. ഇനിയും കുറേ അധികം ആളുകൾ ഇവിടെ എത്താനുണ്ട്. ഇപ്പോൾ 10-15 ആയിട്ടേ ഉള്ളൂ. 12:15 ആയാലും കുഴപ്പമില്ല, 2:15 ആയാലും കുഴപ്പമില്ല. VDക്ക് പിന്തുണ. ശരി, അപ്പോൾ ജെൻസി കുട്ടികളോടൊപ്പം ജെൻസി പ്രതിനിധിയായിട്ടുള്ള അഭിനന്ദ് കൂടി അവർക്കൊപ്പം ഉണ്ട്. എന്താണെങ്കിലും VD സതീശന് പിന്തുണ നൽകാനായിട്ടാണ് ആ കുട്ടികൾ അവിടെ എത്തിയിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ അടുത്ത നാളെ പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ച നടക്കുകയാണ്. ഈ മൂന്ന് നേതാക്കളും KC ഉണ്ട്, RC ഉണ്ട്, VD ഉണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്. നാളെ തന്നെ ആ ഒരു നിർണായകമായ തീരുമാനം വരും. ആരാണ് കേരളത്തിന് അടുത്ത 5 വർഷം നയിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനം നാളെ പ്രതീക്ഷിക്കാം.